കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ ഇവിടെ പറയാൻ ദൈവശലാക്കിയിരിക്കുന്നത്. എബ്രായലേഖനം 1-ാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെയുള്ള വേദഭാഗങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ ശ്രേഷ്ഠതയാണ് അപ്പോസ്തലൻ പറയുന്നത്. ക്രിസ്തു ഏത് നിലയിൽ ആളത്വപരമായി ശ്രേഷ്ഠയുള്ളവരായിട്ട് ഇരിക്കുന്നു. എബ്രായലേഖനം 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയാണ് പറയുന്നത്. തുടർന്ന് 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ ക്രിസ്തുവിന്റെ അധികാരത്തിന്റെ ശ്രേഷ്ഠത ഞാൻ റിപ്പീറ്റ് ചെയ്യാം. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ ശ്രേഷ്ഠതയും 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയും 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരത്തിന്റെ ശ്രേഷ്ഠതയുമാണ് അപ്പോസ്തലൻ വിവരിക്കുന്നത്. അതിൽ ഇന്നത്തെ വീഡിയോയിൽ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ ശ്രേഷ്ഠതയെ ഏതെല്ലാം നിലയിൽ അപ്പോസ്തലൻ വിവരിച്ചിരിക്കുന്നു എന്ന് ചുരുക്കമായി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ വിശാലമായ ഒരു പഠനം നമുക്ക് പല വിഷയങ്ങൾ ഇതിനു മുമ്പ് തന്നെ എബ്രായലേഖനം ഞാൻ ക്ലാസ് എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അതിന്റെ വിശാലമായ ചില ഭാഗങ്ങളുടെ ഒരു പഠനം ആവശ്യമായി നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതില് യേശു ക്രിസ്തുവിന്റെ ഈ ആളത്വത്തിന്റെ ശ്രേഷ്ഠത, അതായത് ക്രിസ്തു ദി ഗ്രേറ്റ്നെസ് ഓർ സുപ്പീരിയോറിറ്റി ഓഫ് ദി പേഴ്സണാലിറ്റി ഓഫ് ക്രൈസ്റ്റ്, അത് ഇവിടെ ഞാൻ ആദ്യം ഓർപ്പിക്കാം. 4 ഭാഗങ്ങളായിട്ടാണ് അപ്പോസ്തലൻ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ ശ്രേഷ്ഠതയെ വിവരിക്കുന്നത്. നമ്പർ 1, ഹി ഈസ് ഗ്രേറ്റർ ദാൻ പ്രൊഫറ്റ്സ്. കർത്താവായ യേശു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. നാം അറിയുന്ന പോലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ധാരാളം പ്രവാചകന്മാരെ സംബന്ധിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ബൈബിളിന്റെ അതിപുരാതന ചരിത്രത്തിലെ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന പ്രവാചകനാണ് ദാവീദ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം അദ്ദേഹത്തെ കുറിച്ച് വായിക്കുന്നു. അവൻ ആദാം മുതൽ 7-ാമനായ തലമുറയിൽപ്പെട്ട വ്യക്തിയായിരുന്നു. താനൊക്കെ തുടങ്ങി ഇങ്ങോട്ട് പ്രവാചകന്മാരായ നിരവധി ആളുകളെക്കുറിച്ചുള്ള പഠനം നമുക്ക് കാണാൻ സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവവചനം ഇങ്ങനെ പറയാണ്. ഇവിടെ ഇതാ ശലോമോന് വലിയവൻ, ദേവാലയത്തെക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ. ശലോമോനാണോ രാജാക്കന്മാരുടെ കൂടുതലെ ഏറ്റവും ഉന്നതനായ ശ്രേഷ്ഠനായ വ്യക്തി. അപ്പൊ യേശു ക്രിസ്തു പഴയ നിയമത്തിന്റെ താളുകളിലാകട്ടെ പുതിയ നിയമത്തിന്റെ പേജുകളിലാകട്ടെ പ്രസ്താവിക്കപ്പെടുന്ന എല്ലാ പ്രവാചകന്മാരെക്കാളും അതിശ്രേഷ്ഠതയുള്ള വ്യക്തിയാണ്. അവിടുത്തെ പ്രവാചക ആളത്വം അല്ലെങ്കിൽ ശുശ്രൂഷ അത് മറ്റാരെയുമായി കമ്പയർ ചെയ്യുവാനായിട്ട് സാധിക്കില്ല. ഹീസ് ഗ്രേറ്റർ ഇൻ ഹിസ് പോർഷൻ ആസ് എ പ്രോഫറ്റ്. ഒരു പ്രവാചകൻ എന്ന നിലയിൽ കർത്താവായ യേശു ഏറ്റവും ശ്രേഷ്ഠനാണ്. മറ്റുള്ള എല്ലാ പ്രവാചകന്മാരും യേശു ക്രിസ്തുവിന്റെ കീഴിൽ മാത്രമേ വരുള്ളൂ. ക്രിസ്തു പ്രവാചകൻ എന്ന നിലയിൽ യേശു ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 2, ഹി ഈസ് ഗ്രേറ്റർ ദാൻ ഏഞ്ചൽസ്. അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ഇവിടുത്തെ പറയുമ്പോൾ എങ്കിലും അല്പകാലത്തേക്ക് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച ഭവിച്ചവനായ യേശുവിനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞതുകൊണ്ട് നാം അവനെ ശ്രേഷ്ഠനായി കാണുന്നു. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച ഭവിച്ചവനായ യേശു അവിടുത്തെയും നമുക്ക് വേണ്ടി മരണം അനുഭവിച്ചതുകൊണ്ട് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി തീർന്നു. അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ദൂതന്മാർ അവനെ ആരാധിക്കണം എന്ന് പ്രത്യേകമായി കൽപ്പിച്ചിരിക്കുന്നു. 3, ഹി ഈസ് ഗ്രേറ്റർ ദാൻ മോസസ്. എബ്രായലേഖനം 3-ാം അധ്യായം പറയുമ്പോൾ മോശയേക്കാൾ ശ്രേഷ്ഠനായ നായകൻ എന്നതാണ് പുസ്തകം. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് മോശ. അവരുടെ രാഷ്ട്ര സ്ഥാപകനും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവാണ്. മിസ്രൈമിൽ ജനത്തെ 40 വർഷം
ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത 3 വ്യക്തിത്വങ്ങളുണ്ട്. വേറെ ധാരാളമുണ്ട്. അവരൊന്ന്, ആ ജനതയുടെ ഫൗണ്ടേഷൻ സ്റ്റോൺ ആയിരിക്കുന്ന പിതാവായ അബ്രഹാം. അബ്രഹാമിലാണ് ഈ ജനതയുടെ ഉത്ഭവം. ഒരിക്കലും അവർക്ക് മറക്കാൻ കഴിയാതെ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് അവർ പറയുന്നതായിട്ട് യോഹന്നാൻ സുവിശേഷകൻ പറയുന്നു. പിതാവായ അബ്രഹാം. 2, അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന അവരുടെ പൊളിറ്റിക്കൽ ലീഡറായിരുന്ന മോസസ്. അവർക്ക് ഈ പഞ്ചഗ്രന്ഥങ്ങൾ, അതായത് ദൈവിക ന്യായപ്രമാണങ്ങൾ ഉല്ലേഖനം ചെയ്ത സ്ഥാപനങ്ങൾ അവർക്ക് നൽകിയത് ഈ മോശയാണ്. ശിലാലിഖിതങ്ങൾ അവർക്ക് നൽകിയത് മോശയാണ്. 3ാമത്തെ ആളാണ് യോസേഫ്. ഇസ്രായേലിൽ മന്ത്രിയായിരുന്ന, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനെ സംബന്ധിച്ച് മുൻപേ കൂട്ടി ഇസ്രായേൽ മക്കളോട് പ്രവചിച്ച ദൈവത്തിന്റെ ദാസനായ യോസേഫ്. ഇവരെ 3 പേരെയും കാലവിഭ്രമത്തിൽ ഒരിക്കലും ഇസ്രായേലിലേക്ക് മറക്കാൻ കഴിയില്ല. അബ്രഹാം, യോസേഫ്, മോശ. എന്നാൽ ഇവിടെ ഇവർ കർത്താവ് പറഞ്ഞെ കുറിച്ച് പറയാണ്, അവൻ മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. മോശ ദൈവ ഭവനത്തിലെ ശുശ്രൂഷകനായിരുന്നു. എന്നാൽ കർത്താവായ യേശു ഭവനം ചമച്ചവനാണ്. അവനാണ് മോശയേക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നവൻ എന്ന് പറയുന്നത്. 4ാമതായി പറയുന്നത്, ഈസ് ഗ്രേറ്റർ ദാൻ ഏരൻ. അവൻ അഹരോനേക്കാൾ ശ്രേഷ്ഠനാണ്. ഇസ്രായേലിന്റെ ആദ്യത്തെ സ്ഥാപിത മഹാപുരോഹിതനാണ്. അതുപോലെയാണല്ലോ മോശയുടെ ജ്യേഷ്ഠ സഹോദരനാണ്. മോശയോടാണ് ദൈവം പറഞ്ഞത്, അഹരോനെ ഇസ്രായേലിന്റെ പുരോഹിതനായി അഭിഷേകിക്കരുത്. ആ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി ദൈവത്താൽ നിയമിതനായ അഭിഷേകം ചെയ്യപ്പെട്ട അഹരോൻ ഇസ്രായേൽ ചരിത്രത്തിലെ മറക്കാനാവാത്ത ശുശ്രൂഷകനാണ്. എന്നാൽ മനുഷ്യനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രായശ്ചിത്തമായി നിൽക്കുന്ന പുരുഷനാണ്. ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ അഹരോനേക്കാൾ ശ്രേഷ്ഠൻ. അതിന്റെ വിശദാംശമെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അഹരോൻ ആണ്ടുതോറും ഇടപെടാതെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾ കൊണ്ട് പാപങ്ങൾക്ക് താൽക്കാലികമായി പരിഹാരം കിട്ടുന്നു. ഇവനോ സ്വന്തം യാഗത്താൽ എന്നേക്കുള്ള പാപങ്ങൾക്ക് പരിഹാരം വരുത്തേണ്ട ദൈവസുഭാഷ ഭാഗത്ത് ഇരിക്കുന്നു. അവൻ അഹരോനേക്കാൾ ശ്രേഷ്ഠനാണ്. എബ്രായലേഖനം 1-ാം അധ്യായം മുതൽ 6-ാം അധ്യായം വരെയുള്ള 6 അധ്യായങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ തന്റെ അനുവാചക സുഹൃത്തുക്കളുടെ ഹൃദയങ്ങളിൽ സന്നിവേശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ ശ്രേഷ്ഠത എന്നുള്ളതാണ്. 4 പ്രവിശ്യകളിലായി താനത് വിവരിക്കുന്നു. 1, അവൻ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 2, അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 3, അവൻ മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. 4, അവൻ അഹരോനേക്കാൾ ശ്രേഷ്ഠനാണ്. അതുകൊണ്ടാണ് എബ്രായർ കർത്താവ് തന്നെ അതിന്റെ അനുവാദികളോട് പറയുകയാണ്, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുക. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുക. നമ്മുടെ കർത്താവായ യേശു ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ്. ക്രിസ്തുവിനോട് സമത്വമുള്ളവനായി, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് തുലനം ചെയ്യുവാൻ കഴിയുന്നവനായി യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ ദി ഇൻകമ്പയറബിൾ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ആരോടും തുലനപ്പെടുത്താൻ കഴിയാത്ത നിസ്തുല്യനായ യേശു നിസ്തുലനാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട സത്യം എബ്രായലേഖനം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവായ ദൈവം സവിസ്തരം വിസ്തരിച്ചിട്ടുണ്ട്. എബ്രായലേഖനം പഠിക്കുന്ന ആർക്കും ഈ യാഥാർത്ഥ്യം ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് അക്കമിട്ട് എണ്ണി അപ്പോസ്തലൻ അവതരിപ്പിച്ചിരിക്കുന്നത് അനായാസേന മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ മനോഹാരിതയും അതിന്റെ ശ്രേഷ്ഠതയും മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധം, അതായത് നമ്മുടെ യൂണിഫിക്കേഷൻ വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് നമ്മുടെ ഏകീഭാവം, അതിന്റെ ശ്രേഷ്ഠത, അത് മുഖാന്തരം നമ്മുടെ ലഭിച്ചുള്ള അനുഗ്രഹം ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഒരു ക്രിസ്തു ഭക്തന് സാധിക്കുന്നത് ഈ പഠനം നിങ്ങൾക്ക് സഹായമാകട്ടെ, അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷൻ